നമ്മിപ്പോ കാസർഗോഡ് കണ്ണൂർ ജില്ലേന്റെ ഇടയ്ക്കുള്ള ഒരു ചീമേനി പോത്താങ്കണ്ട് ഏരിയാണ്. അരീട്ടപാറ എന്ന് പറയില്ല, കറക്റ്റ് അരീട്ടപാറ. ഇവിടെയാണ് ടോവിനോ തോമസിന്റെ അജയന്റെ 2ാം വർഷം സിനിമയുടെ സെറ്റ് ഇട്ടുള്ളത്. അപ്പോ അതിന്റെ സെറ്റ് നമുക്ക് നോക്കാം. സിനിമ ഇറങ്ങി കണ്ടാൽ നമുക്ക് എന്താ സംഭവം എന്ന് ഉദ്ദേശിച്ച് മനസ്സിലാവും. ഒരു കളരിന്റെ സെറ്റപ്പാ തോന്നി. ഇത് ഫുള്ള് കല്ലെന്നല്ല, തെർമക്കോളാണ്. തെർമക്കോളാണ്. അപ്പോ ഇപ്പൊ അപ്പുറം അവിടെയാണ് ഷൂട്ട് എടുക്കുന്നത്. അവിടെ ടോവിനും ഉണ്ട്, ജഗദീഷൊക്കെ ഉണ്ട് പറയുന്നേ. അങ്ങോട്ട് കിടത്തിവിടും തോന്നില്ല. ബാക്കി കുറെ സംഭവം ഉണ്ട്. അവിടെ അമ്പലം സെറ്റപ്പൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ പോവാ. പണി നടക്കുന്ന ചെറുപ്പം. ബാക്കി സെറ്റിന്റെ പണി ഫുള്ള് അവിടെ നടക്കുന്നുണ്ട്. JCB ഉണ്ട്, ഫുള്ള് വണ്ടിയുണ്ട്. അവിടെ കുളം കുഴിക്കുന്നുണ്ട്. അങ്ങനത്തെ സംഭവം കുറെ ഉണ്ട്. നമുക്കെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. അമ്പല സെറ്റപ്പാണ്. വീഡിയോ ഷൂട്ട് കഴിയണത്ര. അവിടെ കുറച്ച് ചേച്ചിമാർ പണിയെടുക്കുന്നുണ്ട്. അങ്ങോട്ട് ആ ഉള്ളിലേക്ക് കടത്തി വിടുന്നില്ല, പുറത്തുനിന്ന് ഷൂട്ട് ചെയ്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് നോക്കാം. ഓൾമോസ്റ്റ് തെർമക്കോള് പിന്നെ ഫ്ലൈവുഡ് എല്ലാം തന്നെയാണ്. ഒന്നും കല്ലല്ല, പക്ഷെ ആർട്ടിഫിഷ്യലായിട്ട് എല്ലാം ഒറിജിനായിട്ട് തോന്നുന്നുണ്ട്. ചേച്ചിയുടെ വെള്ളം നനക്കുന്നത്. ഇവിടെ പുല്ല് ഇവര് ഇപ്പൊ നട്ടുപിടിപ്പിച്ചാണ്. അപ്പൊ അതിന് നിക്കണമെങ്കിൽ വെള്ളം അവർ അങ്ങപ്പുറത്ത് നിന്ന് കോരിക്കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് അങ്ങനെ ഒരു പരിപാലിക്കുന്നത്. അങ്ങനെ സെറ്റ് നോക്കുന്നവര്. അപ്പുറത്ത് ഷൂട്ട് അടക്കുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. ഫുള്ള് ബോഡി ഗാർഡ് വെച്ചിട്ട് സീനാണ്, കിടത്തി വിടുന്നില്ല. പിന്നെ ദിവസം വരാൻ പറ്റും നോക്കാം. ഒരു ദിവസം വൈകുന്നേരമായിട്ട് വന്നിട്ട് സെറ്റ് എടുക്കാം. ഇത് ഒരു കുളമാണ്, കുളത്തിന്റെ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. ഇതിനായിട്ട് ഇപ്പൊ ഇവര് കുഴിച്ച് സെറ്റാക്കി ആക്കുന്നതാണ്. ഇപ്പൊ ഇതൊരു ഞാൻ സെറ്റിന്റെ ഉള്ളിലുള്ളത് ഒരു വീടിന്റെ അങ്ങനെ സെറ്റ് ഇട്ടാ, വീടിന്റെ അങ്ങനെയാണ്. അതിപ്പം വർക്ക് നടക്കുന്നുണ്ട്. അപ്പുറത്ത് ഒരു പണിയെടുക്കുന്നുണ്ട് അപ്പുറത്ത്. അങ്ങനെയുള്ള സെറ്റപ്പാണ്. ഗുഹേന്റെ സെറ്റ് ഇട്ടത്. ഗുഹ ഇങ്ങനെ ഷൂട്ട് കഴിഞ്ഞാണ്, അതുകൊണ്ട് കയറി കാണാൻ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ വഴി. ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇത് എക്സിറ്റ്, ഇവിടുന്ന് ഇത്രയില്ലോ ഇറങ്ങാൻ ഇടുന്നത്. ഇത് സ്റ്റെയർ. നമ്മുടെ വണ്ടിയാണ്. അപ്പോൾ ഒരു കൊല്ലം മുമ്പ് ഷൂട്ട് ചെയ്ത വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് എന്തെല്ലാം പറ്റി, നമുക്കതിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകാൻ പറ്റി. എല്ലാവരും ഉണ്ടായിരുന്നു. ഈ നാട്ടിൽ നിന്ന് തന്നെ ഇഷ്ടം പോലെ ആൾ സിനിമയിലായി പോയിട്ടുണ്ട്. സംഭവം നന്നായിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് ഷൂട്ടിങ് കാണുന്നതിന് ആദ്യമായിട്ടാണ്. ഷൂട്ടിങ് കാണുന്നതിനൊപ്പം തന്നെ അതിനൊരു ഭാഗം പറ്റിയത് സന്തോഷം. എല്ലാവരും പടം കാണാൻ നോക്കുക. നമുക്ക് ആ സെറ്റ് നോക്കാം. സെറ്റിൻ്റെ ഇപ്പം
സെറ്റ് ഓൾമോസ്റ്റ് എല്ലാം പൊളിച്ചോണ്ടേ ഇപ്പൊ ഇവിടെ കുളം മാത്രമേ ഉള്ളൂ. ഇത് കാണാൻ തന്നെ ഇത്ര പേരെ കാണാൻ തന്നെ ഇവിടെ ഇപ്പം ആളിടുന്നുണ്ട്. ഷൂട്ടിൽ അമ്പലം പൊളിച്ചു, ഗുഹേന്റെ സെറ്റ് ഉണ്ടായി അത് പൊളിച്ചു, സെറ്റെല്ലാം പൊളിച്ചു. ഇപ്പം ഒരു കുളം ബാക്കിയുണ്ട്. പിന്നെ കളരിന്റെ ഇതിനു വേണ്ടിയിട്ട് ഒരു അണ്ടർഗ്രൗണ്ട് പോലെ ആക്കിയിട്ടുണ്ടായി, അതും ബാക്കിയുണ്ട്. ബാക്കിയെല്ലാം പൊളിച്ചിട്ട് നീറ്റാക്കിയിട്ട് ഒരു വേസ്റ്റ് കൂടെ ഇടാണ്ട് ശരിയായി സെറ്റാക്കിയിട്ടുണ്ട്. ഈ സ്ഥലം എന്തായാലും ഒന്നുകൂടി നോക്കാം. ഇപ്പം നിങ്ങൾ കണ്ട വീഡിയോയിലും ഇനി കാണാൻ പോകുന്ന വീഡിയോയിലും ചേഞ്ച് നോക്കിക്കോ. അപ്പോൾ ഇവിടുന്ന് കളരീൻ്റെ ഇതുണ്ടായി. കളരീൻ്റെ വെച്ചാൽ കളരീൻ്റെ എന്താ പറയുക, കളരി പരിശീലന കേന്ദ്രം. അപ്പോൾ അത് ഭൂമിയിൽ നിന്ന് അടിയിലേക്ക് കുഴിച്ചിട്ടാകുമ്പോൾ അവിടെ അങ്ങനെ ഉണ്ടായി. ഇതിൻ്റെ മുകളിലേക്ക് ഇത് മേൽക്കൂരെല്ലാം വരും, അടിയിലേക്ക് ഇതും അങ്ങനെ ഉണ്ടായി. അപ്പോൾ ഇവിടുന്ന് ഉണ്ടായത് അതിൽ ടോവിനോയും പിന്നെ ഹരീഷ് അതെല്ലാം മീറ്റ് ചെയ്യുന്ന സംഭവം അതെല്ലാം ഇവിടുന്ന് ഉണ്ടായ. പിന്നെ കളരി പഠിക്കുന്നതെല്ലാം അത് ഇവിടുന്നുണ്ടായ. ഇതിങ്ങനെ താഴോട്ട് കുഴിച്ചതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, അതങ്ങനെയുണ്ട്. ഇവിടുന്നാണ് അമ്പലത്തിന്റെ ഉത്സവത്തിന്റെ സമയത്ത് ചന്ത ഉണ്ടായിട്ട്, 2 സൈഡ് ചന്ത, പിന്നെ ടോവിനെ ഓടിക്കുന്നതും അതെല്ലാം ഉണ്ടായി. ഈ റോഡിൽ നിന്നാണ് ഉണ്ടായി. അപ്പോൾ ഇവിടെ അമ്പലം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ മതിലിന്റെ അപ്പുറത്തായിട്ട് അവരെ ഇത് ക്ലബില്ലേ, അമ്പല കമ്മിറ്റി ഓഫീസ്, അതവിടെ ആയിട്ട്. പിന്നെ ഇവിടെ ഫുള്ള് മറ്റേ തോരണം അതെല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ ചന്ത ഉണ്ടായിരുന്നു. ഇവിടെ ചന്ത കാർണിവലെല്ലാം ഉണ്ടാകുന്ന ഇതില്ല കറങ്ങുന്ന റൈഡ് അതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു കുളം ഇപ്പം ഉണ്ട്, കുറേ ടീമെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുന്നാണ് മറ്റേ കളരീൻ്റെ അങ്കത്തട്ട്, കളരി ഉണ്ടായത് ഇവിടെയാണ്. ഇവിടുന്ന് തന്നെ കുറേ ഷൂട്ട് ഉണ്ടായിരുന്നു, അതായത് എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഒരു സീനിൽ ടോവിനെ ഇവിടെ ഇരുന്നിട്ട് ടോവിനും ബേസിലും കൂടി വർത്താനം പറയുന്നുണ്ട്. അപ്പോൾ ഈ കല്ലിൻ്റെ മുകളിൽ ആളുണ്ടാവും. ഇതിനിടയ്ക്കുള്ള ഗ്യാപ്പിൽ മരത്തിൻ്റെ പലക പോലെ വെച്ചിട്ടുണ്ടാവും, അത് സ്റ്റാൻഡ് പോലെ, അവിടെ ആളുണ്ടാവും. അങ്ങനെ ഈ റൗണ്ടിൽ മൊത്തത്തിൽ ആളുണ്ടാവും. നടുക്ക് അങ്കത്തട്ടിൻ്റെ അത് നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിലുള്ളത് അങ്കത്തട്ടിൻ്റെ നടുക്ക്. അപ്പം നമ്മളെ പണി വെച്ചാൽ ഉപയോഗിക്കുന്നത് കൈയടിക്കുക, പൊരിവാരി എറിയുക, ഇവർ പറയുന്നത് ചെയ്യുക. അമ്പലത്തിൻ്റെ മുമ്പിൽ ഒരു ഇതുണ്ടാവില്ല, തറ എന്തായാലും പറയില്ലേ, ആ സാധനം, അത് ഇവിടെ ഒന്നുണ്ടായി, ഇവിടെ 2 ഉണ്ടായി, ഇവിടെ അമ്പലം. അങ്ങനെ നീ എന്തിനാട്ടിരിക്കുന്നേ എനിക്ക്. അപ്പോൾ അതിൽ 2 കാലഘട്ടത്തിലും ടോവിനോ ലാസ്റ്റ് മരിക്കുന്നില്ല, വെള്ളത്തിൽ ചാടുന്ന ഒരു വെള്ളച്ചാട്ടമില്ലേ, കല്ലെറിഞ്ഞിട്ട്, അതിന് ഇവിടെ സെറ്റ് ഇട്ടിട്ടാകുമ്പോൾ കുറേ ഇടുന്ന ഷൂട്ട് ചെയ്തു. പിന്നെ ഓൾമോസ്റ്റ് ഇടുന്ന ഷൂട്ട് ചെയ്തതിന് മതി. ലാസ്റ്റ് അങ്ങനത്തെ ചെയ്തു, അത് ഇവിടുന്ന് ഉണ്ടായത്. അപ്പോൾ ഇതാണ് കുളം എന്ന് വെച്ചാൽ കുളം അവർ ഒറിജിനലായിട്ട് തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനു വേണ്ടി അവർ കുളം കുഴിച്ച് ആ കുളം ആദ്യം സ്റ്റേ കൊടുത്തു. പിന്നെ ആദ്യം അത് സ്റ്റേ സാങ്ഷൻ ആയിട്ടാകുമ്പോൾ ആ കുളം ഇതങ്ങനെ ആയി. ഇപ്പോൾ വെച്ചാൽ ആ കുളം അതേപോലെ ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. മറ്റേ മഴക്കാലത്തെല്ലാം പിള്ളേരപ്പിൽ കളിക്കുന്നവരുണ്ട്, എല്ലാവരും ഉണ്ടാകാറുണ്ട്. ഞാൻ നേരത്തെ നോക്കുമ്പോൾ അവിടെ മീനപ്പൂര് ഉണ്ടായിരുന്നു. മീനാന്ന് വാരമാക്കരെന്ന് അറിയില്ല, എന്തോ സാധനം ഉണ്ടായില്ല. ഇത് സിനിമയിൽ സുധീഷെല്ലാം കുളിക്കുമ്പോൾ താക്കോലുണ്ടെന്നില്ല, ആ സീനുണ്ട്. പിന്നെ ഒരാളെ അതിൽ ചവിട്ടിയിടുന്ന സീനുണ്ട് ടോവിനോ, അതെല്ലാം ഇടുന്നുണ്ടായത്. നല്ല ആഴ്ചയുണ്ട്. എൻ്റെ ഒരു ഞാൻ 1.5 ഹൈറ്റ് ഉണ്ട് ഇതിനോട്ട്, നല്ല ലെങ്ത്തും ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഇല്ലോ വീഡിയോ. നല്ല വെറുപ്പിക്കലാണെന്നും നല്ല ബോറ് പരിപാടിയാണെന്നറിയാം. എൻ്റെ സ്ലാങ്ങും പ്രശ്നമുണ്ട്. പിന്നെ പക്ഷെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവം വന്നപ്പോൾ അവർ വീഡിയോ ആയിട്ട് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, ക്യാമറ കപ്പറുണ്ടാക്കും,
ഇത് ആഗ്രഹം ഉണ്ട് ആനന്ദിനും. അപ്പോൾ അതുകൊണ്ട് എഴുതിയാണ്. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അതിലൊരു ചെറിയ അവസരം കിട്ടി, അവിടെ കുറേ അറിയാൻ പറ്റി, പന്തം പിടിക്കാൻ പറ്റി, അങ്ങനെ സംഭവം ഉണ്ടായി. എന്നാലും കുഴപ്പമില്ല, എല്ലാവരും എക്സ്പീരിയൻസ് ആണ്, സന്തോഷം. പിന്നെ ഈ സ്ഥലം കറക്റ്റ് ലൊക്കേഷൻ വെച്ചാൽ കണ്ണൂർ കാസർഗോഡ് ബോർഡറായിട്ട് വരും. ചീമേരിയിൽ പോത്താങ്കണ്ടം അരിയിട്ടവറ പറയും. ഇവിടെ വരുന്നവർക്ക് ഒരു കുഴപ്പമില്ല, എപ്പം സ്വാഗതം. സ്ഥലം സർക്കാരിൻ്റെയാണ്. പിന്നെ ഇവിടെ അനധികൃതമായിട്ട് ഒന്നും അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ ഇവിടെ വരുന്നവർ ദയവേത് വേസ്റ്റ് ഒന്നും ഇവിടെ തന്നെ കളയാണ്ട് നോക്കണം, നമ്മൾ തന്നെ നശിപ്പിക്കാൻ പാടില്ല. അങ്ങനെ കുറേ കാണുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞേ. പിന്നെ അപ്പോൾ ഓക്കെ, ഇനി ഇവിടെ എന്തെങ്കിലും ഷൂട്ടിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ റിപ്പീലായിട്ട് ഞാൻ പിന്നെയും ഉണ്ടാവും, നീയും ഉണ്ടാവും. അഴകെ ആഴിക്കണ്ണാലെ തഴു